സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിന് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി പരമ്പരയിൽ ഇന്ത്യ നാണം കെട്ട് കൈവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും നേരിട്ട കനത്ത പരാജയങ്ങളിൽ നിന്ന് ഇന്ത്യൻ ടീം ഒട്ടും പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ബ്രിസ്റ്റളിൽ നടന്ന 4ാം മത്സരത്തിലും കാണാൻ കഴിഞ്ഞത്. ലോക ചാമ്പ്യന്മാരെന്ന പദവിയോടെ വിദേശ മണ്ണിലേക്ക് വണ്ടി കയറിയ ഇന്ത്യൻ യുവനിര ഒരൊറ്റ മത്സരത്തിൽ പോലും ഇംഗ്ലണ്ടിന് ചെറിയൊരു വെല്ലുവിളി ഉയർത്താൻ പോലും ആകാതെയാണ് പരമ്പര അടിയറവ് വെച്ചിരിക്കുന്നത്. പരമ്പരയിൽ ഒരു സമനിലയെങ്കിലും പിടിച്ച് മാനക്കേട് ഒഴിവാക്കാൻ ഇന്നലത്തെ മത്സരം ജയിക്കുക എന്നത് ഇന്ത്യക്ക് അനിവാര്യമായിരുന്നു. എന്നാൽ മത്സരത്തിൽ ടോസ് ലഭിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ പേസ് പിച്ചുകളിൽ തുടക്കത്തിൽ ബാറ്റിംഗ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടും ശ്രേയസ് എടുത്ത ഈ തീരുമാനം തുടക്കത്തിൽ തന്നെ ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ മത്സരത്തിലും മലയാളി താരം സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നില്ല. എത്ര കളി തോറ്റാലും സാരമില്ല, സഞ്ജുവിനെ മാത്രം ടീമിൽ ഇറക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും കോച്ച് ഗൗതം ഗംഭീറും എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ ടീം സെലക്ഷൻ. സഞ്ജു സാംസൺ ഇല്ലെങ്കിലും ഇന്ത്യക്ക് മികച്ച ബാറ്റിംഗ് നിരയുണ്ടെന്ന് കാണിക്കാൻ ഇറങ്ങിയ കളിക്കാർ ക്രീസിൽ വന്നതും പോയതും വളരെ പെട്ടെന്നായിരുന്നു. IPL വലിയ തുകയ്ക്ക് ലേലത്തിൽ പോയ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെ വരും തലമുറയുടെ സൂപ്പർ താരമായാണ് മാനേജ്മെന്റ് ഉയർത്തിക്കാട്ടുന്നത്. IPL കളിക്കുന്നത് പോലെ വലിയ ഷോട്ടുകൾക്ക് താരം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ കളിയേക്കാൾ വെറും 1 റൺസ് കൂടുതലെടുത്ത് 15 റൺസിന് സൂര്യവംശി പുറത്തായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദം ഉൾക്കൊള്ളാൻ ഈ പ്രായത്തിൽ താരത്തിന് കഴിയുന്നില്ല എന്നത് വ്യക്തമാണ്. മറുഭാഗത്ത് ടീമിന്റെ ഡൈനാമിക് സൂപ്പർ ബാറ്റ് എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഇഷാൻ കിഷന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. വന്ന വേഗതയിൽ തന്നെ വെറും 4 റൺസ് എടുത്ത് താരം പവനിലേക്ക് മടങ്ങി. റൺസ് എടുക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ഈ സൂപ്പർ ബാറ്റർമാർ വിക്കറ്റ് കളഞ്ഞു കുളിക്കുന്നത്. മറ്റൊരു ഓപ്പണറായ അഭിഷേക് ശർമ്മ കുറച്ചുനേരം മൈതാനത്ത് ചില തകർപ്പൻ ഷോട്ടുകളൊക്കെ കാണിച്ച് ആരാധകർക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും 16 റൺസ് എടുത്തപ്പോഴേക്കും പുറത്തായി. സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് തന്നെയാണ് അഭിഷേകിന്റെയും പ്രധാന ശാപം. പവർ പ്ലേ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മുൻനിര തകർന്നതോടെ ഇന്ത്യ വീണ്ടും പ്രതിരോധത്തിലാവുകയായിരുന്നു. തുടർച്ചയായ വിക്കറ്റ് വീഴ്ചകൾക്കിടയിലും ഒരു വശത്ത് ഉറച്ചു നിന്ന് കളിച്ചത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മാത്രമാണ്. വിമർശകരുടെ വായടുപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത്. തകർച്ചയിലേക്ക് പോയ ഇന്ത്യൻ ഇന്നിംഗ്സിനെ ഒരു പരിധി വരെ താങ്ങി നിർത്തിയത് ശ്രേയസിന്റെ ബാറ്റിംഗ് ആയിരുന്നു. 80 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ക്യാപ്റ്റന്റെ ഈ ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ 100 റൺസ് പോലും കടക്കില്ലായിരുന്നു. എന്നാൽ ശ്രേയസിന് പിന്തുണ നൽകുന്ന മധ്യനിരയിൽ ശിവൻ ദുബെ കളിച്ച കളി ആരാധകരെ കടുത്ത നിരാശയിലാക്കി. ക്രീസിലെത്തിയ ദുബെ കളിക്കുന്നത് ട്വന്റി ആണോ അതോ ടെസ്റ്റ് മത്സരമാണോ ഏകദിനമാണോ എന്ന് പുള്ളിക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ് കളി കണ്ടവർ പറയുന്നത്. റൺസ് വേഗത്തിൽ ഉയർത്തേണ്ട സമയത്ത് 23 പന്തുകൾ നേരിട്ട് വെറും 22 റൺസ് മാത്രമെടുത്ത് ദുബെ പുറത്തായി. സിംഗിളുകൾ എടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ ദുബെയുടെ ഈ മെല്ലെപ്പൊക്ക് ബാറ്റിംഗ് ഇന്ത്യയുടെ റൺ റേറ്റിനെ ബാധിച്ചു. ഫ്ലാറ്റ് പിച്ചുകളിൽ മാത്രം തിളക്കുന്ന ദുബെയ്ക്ക് ഇംഗ്ലണ്ടിലെ പേസർമാരെ നേരിടാൻ കഴിയില്ലെന്ന് ഈ മത്സരത്തോടെ ഒരിക്കൽ കൂടി വ്യക്തമായി. കഴിഞ്ഞ മത്സരങ്ങളിൽ വലിയ പരാജയമായിരുന്ന വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്ക് ഈ കളി നേരിയ പുരോഗമനമുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ 3 റൺസിന് പുറത്തായ തിലക് ഈ തവണ ഇരട്ടസംഖ്യ കടന്ന് 11 റൺസ് എടുത്തിട്ടുണ്ട്. ഒരു അന്താരാഷ്ട്ര ടീമിലെ വൈസ് ക്യാപ്റ്റന്റെ ബാറ്റിംഗ് പ്രകടനം ഇത്രത്തോളം ദയനീയമായിട്ടും മാനേജ്മെന്റ് അവന് വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. അവസാന ഓവറുകൾ തകർത്തടിക്കാൻ വന്ന വാഷിംഗ്ടൺ സുന്ദറിന് 5 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ഒടുവിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് എടുക്കാനേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. ട്വന്റി ക്രിക്കറ്റിൽ ഇന്നത്തെ കാലത്ത് ഇതൊരു ചെറിയ സ്കോർ മാത്രമാണ്. എങ്കിലും നമ്മുടെ പയ്യന്മാർ കഷ്ടപ്പെട്ടെടുത്ത ഈ റൺസ് വെച്ച് ബൗളർമാർ അത്ഭുതങ്ങൾ കാണിക്കുമെന്നാണ് ആരാധകർ കരുതിയത്. ഇന്ത്യൻ ബാറ്റിംഗ് നിര കഷ്ടപ്പെട്ട് പൊരുതി നേടിയ 158 റൺസ് എന്ന ലക്ഷ്യം ഇംഗ്ലണ്ടിന് ഒട്ടും വലിയൊരു വെല്ലുവിളിയായിരുന്നില്ല. സ്വന്തം നാട്ടിലെ പരിചിതമായ സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷ് ഓപ്പണർമാർ ഇന്ത്യൻ ബൗളർമാരെ അനായാസം നേരിട്ടു. ഒരു തരത്തിലുള്ള പ്രതിരോധവും ഉയർത്താൻ ഇന്ത്യൻ ബൗളിംഗ് നിരക്ക് കഴിഞ്ഞില്ല. വെറും 14 ഓവറിൽ ഒരൊറ്റ വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇംഗ്ലണ്ട് ടീം സുഗമമായി വിജയം കണ്ടു. ഇന്ത്യൻ ബൗളർമാർ എറിഞ്ഞ പന്തുകളെല്ലാം അതിർത്തി കടക്കുന്ന കാഴ്ചയാണ് ബ്രിസ്റ്റളിൽ കാണാൻ കഴിഞ്ഞത്. ഒരു പ്ലാനും ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം ബൗൾ ചെയ്തത് എന്ന് വ്യക്തമായിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 3-0 മുന്നിലെത്തുകയും പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു. ഈ പരമ്പരയിലുടനീളം ക്രിക്കറ്റ് പ്രേമികളെ സങ്കടപ്പെടുത്തുന്നതും ദേഷ്യം പിടിപ്പിക്കുന്നതുമായ കാര്യം സഞ്ജു സാംസണോട് കാണിക്കുന്ന ഈ കടുത്ത വിവേചനമാണ്. സഞ്ജുവും ടീമിലെ മറ്റ് കളിക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സഞ്ജു സാംസൺ 2-3 കളിയിൽ ഫോം ഔട്ട് ആയാൽ ഉടനടി അവനെ ടീമിൽ നിന്ന് പ്ലേയിങ് 11-ൽ നിന്ന് പുറത്താക്കും.
എന്നാൽ മറ്റു കളിക്കാർ തുടർച്ചയായി എത്ര കളികളിൽ ഫ്ലോപ്പായാലും അവർക്ക് ടീമിൽ സ്ഥാനചലനം ഉണ്ടാകില്ല. തിലവർമ്മയും ശിവം ദുബെയും ഒക്കെ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും അവർക്ക് വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നു. സഞ്ജുവിനെ പോലെ ഒരു അനുഭവസമ്പത്തുള്ള ലോകകപ്പ് നേടിയ ടീമിൽ ഉണ്ടായിരുന്ന കളിക്കാരനെ ഒരു മത്സരത്തിൽ മോശം പ്രകടനത്തിന് പേരിൽ മാത്രം മാറ്റി നിർത്തുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് സഞ്ജുവിനുള്ള വ്യക്തിപരമായ താല്പര്യക്കുറവാണ് ഇതിന് പിന്നിലെന്ന് ആരാധകർ വിശ്വസിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. ടീമിന്റെ ഈ തുടർച്ചയായ തകർച്ചയ്ക്ക് കാരണം കളിക്കാർ മാത്രമല്ല, അവരെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയും ടീം മാനേജ്മെന്റുമാണ്. വിദേശ പിച്ചുകളിൽ കളിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത കളിക്കാരെ ടീമിലേക്ക് തിരികെ കയറ്റുകയും അനുഭവസമ്പത്തുള്ള സഞ്ജുവിനെ പോലെയുള്ള കളിക്കാരെ മനഃപൂർവ്വം അവഗണിക്കുകയും ചെയ്യുന്ന ഈ സെലക്ഷൻ കമ്മിറ്റിയെയും മാനേജ്മെന്റിനെ മൊത്തത്തിൽ പിരിച്ചുവിടണം എന്നാണ് ഭൂരിഭാഗം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ അഭിപ്രായം. ടീമിന്റെ കോമ്പിനേഷൻ ശരിയാക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗൗതം ഗംഭീറിനെ പോലെയുള്ള വലിയ പരിശീലകൻ ടീമിനൊപ്പം ഇരിക്കുന്നത്? സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ടീമിനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യൻ ക്രിക്കറ്റിനെ വലിയ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. T20 ലോകകപ്പ് കിരീടം നേടി അധികം വൈകും മുമ്പ് തന്നെ ടീം ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത് മാനേജ്മെന്റിന്റെ കടുത്ത പരാജയമാണ് കാണിക്കുന്നത്. ബ്രിസ്റ്റോളിലെ ഈ തോൽവി ഇന്ത്യൻ ക്രിക്കറ്റിനെ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. സഞ്ജു സാംസനെ പുറത്തെടുത്ത് ടീം ജയിച്ചിരുന്നെങ്കിൽ മാനേജ്മെന്റിന്റെ തീരുമാനത്തെ അംഗീകരിക്കാമായിരുന്നു. എന്നാൽ സഞ്ജുവിനെ മാറ്റിവെച്ച് കളിച്ച എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ ദയനീയമായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന അവസാന മത്സരത്തിലെങ്കിലും സഞ്ജുവിനെ കളിപ്പിക്കാൻ ഈ മാനേജ്മെന്റ് തയ്യാറാകുമോ അതോ തങ്ങളുടെ വാശി തുടർന്ന് വീണ്ടും തോൽവി വാങ്ങിക്കൂട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ മോശം പ്രകടനത്തിനെതിരെ BCCI അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ചും സഞ്ജു സാംസനെ വീണ്ടും പുറത്തെത്തിയ ക്യാപ്റ്റന്റെയും മാനേജ്മെന്റിന്റെ നിലപാടിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിഷയങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.